ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു സീസൺ അവസാനിക്കാൻ പോവുകയാണ്. ടോപ്പ് 3 പൊസിഷനിൽ വരാൻ പോകുന്ന 3 താരങ്ങൾ അല്ലെങ്കിൽ 3 മത്സരാർത്ഥികൾ ആരായിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിലവിൽ ഇപ്പോൾ ഹൗസിൽ 10 പേരാണ് അവശേഷിക്കുന്നത്. അതിൽ ഇന്നൊരു എവിക്ഷൻ നടന്ന് ലക്ഷ്മി അക്ബറ പുറത്തുപോകാൻ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഹൗസിൽ ബാക്കി നിൽക്കുന്നവർ ആരൊക്കെയായിരിക്കും ടോപ്പ് 3 പൊസിഷനിൽ വരാൻ സാധ്യതയുള്ളത് നോക്കിയാൽ ടോപ്പ് 3 ആ, ഒന്ന് ഷാനവാസ് ആയിരിക്കും. ഷാനവാസിക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച മൊത്തത്തിൽ ഡൗൺ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ സീക്രട്ട് ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് പുള്ളി വീണ്ടും തിരിച്ചുവരവിന് ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷക വോട്ടിങ്ങിനും പ്രേക്ഷക സപ്പോർട്ടിനും ഷാനവാസിക്ക് നല്ലൊരു പിന്തുണയുള്ളതുകൊണ്ട് തന്നെ ഷാനവാസിക്ക് ടോപ്പ് 3 പൊസിഷനിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോപ്പ് 2 ആരായിരിക്കും വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അനുമോൾ ആയിരിക്കും. അനുമോളാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഈ ഒരു സീസണിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരേ ഒരു കണ്ടസ്റ്റന്റ്. എന്തൊക്കെയാണ് ഫാമിലി ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞാണ് അനുമോൾ ഇവിടെ നിൽക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് എന്ത് ചെയ്യും എന്ന് ഓരോ നിമിഷവും വ്യാകുലപ്പെട്ടുകൊണ്ടാണ് അനുമോൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അനുമോളുടെ ഓരോ ചെറിയ മിസ്റ്റേക്കുകൾ പോലും ഞാനടക്കം പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അനുമോളുടെ കരച്ചിൽ സ്ട്രാറ്റജിക്ക് വരുന്നുണ്ടെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുകയും അനുമോളെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് 2 പൊസിഷനിൽ വരാൻ സാധ്യത അനുമോളാണ്. ടോപ്പ് 1 കപ്പടിക്കാൻ സാധ്യത ആരെന്ന് നോക്കണേ, അത് നമ്മുടെ അനീഷേട്ടൻ തന്നെയാണ്. അനീഷേട്ടൻ അതിന് ഡിസർവിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് അത്ര പുള്ളി ഡിസർവിംഗ് ആണെങ്കിലും പുള്ളിക്ക് അതിനുള്ള അർഹതയുണ്ട്. കാരണം പുള്ളി അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു കോമണർ ആയിട്ട് വന്നിട്ട് അത്രയധികം കഷ്ടപ്പെട്ടാണ് ബിഗ് ബോസിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് പുള്ളി ഇറക്കുന്നതെങ്കിലും പുള്ളിനെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒറ്റപ്പെടുത്തുകയാണ് എല്ലാവരും. അങ്ങനെയാണ് ഷാനവാസ് ഒരു മിത്രം എന്നുള്ള രീതി അനീഷിന്റെ അങ്ങോട്ട് മാക്സിമം അനീഷിന്റെ അടുത്ത് പോയി അനീഷുമായിട്ട് ഇടപഴകിയാണ് അനീഷിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് നേടിയെടുത്തത്. പക്ഷെ അനീഷിന്റെ ക്യാരക്ടറും ഷാനവാസിന്റെ ക്യാരക്ടറും രണ്ടും രണ്ടായതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് അധികം ആയുസ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോഴും ചെറിയ അനീഷിന്റെ ഒരു സോഫ്റ്റ് കോർണർ ഉള്ള ഷാനവാസിനുള്ള അത് മാത്രമല്ല ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് പ്രേക്ഷകർക്ക് അനീഷിനോടുള്ള ഇഷ്ടം കൂട്ടിയതും. അത് മാത്രമല്ല പുള്ളി ഒരുപാട് ഗെയിംസ് എല്ലാം തന്നെ അവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ കഴിഞ്ഞ ദിവസം പോയിന്റിന് വേണ്ടിയുള്ള ഓരോ മത്സരങ്ങളും പുള്ളി അത്രയധികം കഷ്ടപ്പെട്ട അവിടെ ഓരോ പോയിന്റ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു കോമണർ കപ്പടിക്കണമെന്നാണ് പ്രേക്ഷകരുടെ വിധിയെന്ന് ഒരുപാട് പോളുകളിലും കണ്ടു. അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പൊ അനീഷേന് വേണ്ടി ഒരുപാട് PR അല്ലാത്ത ഫാൻസ് ആർമി രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിനെ അത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതാം. നിലവിൽ എനിക്ക് തോന്നിയ ഒരു ടോപ്പ് 3 പൊസിഷൻസ് മാത്രമാണ് പറഞ്ഞത്. ഇതിന് മാറ്റങ്ങളൊക്കെ 100-101% വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ടോപ്പ് 3 പൊസിഷനിൽ വരാൻ സാധ്യതയാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പൊ വരുമ്പോഴേക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.